ആര്യവേപ്പ് പറിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇറങ്ങിയത്. ദുബായിൽ ഇപ്പം ജൂലൈ ആഗസ്റ്റ് ഈ മന്തൊക്കെ ഭയങ്കര ചൂട് കൂടുതലാണ്. ഈ ക്ലൈമറ്റിൻ്റെ മാറ്റങ്ങളാണെങ്കിൽ എൻ്റെ ഹെയറിലും അതേപോലെ തന്നെ സ്കിന്നിലും കുറേ മാറ്റങ്ങൾ കണ്ടു. ജൂലൈ മന്തിൽ ഇപ്പോൾ 39°C, അതേപോലെ തന്നെ 45, 47 ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആഗസ്റ്റ് മന്തിലാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സ്കിന്നിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കാമെന്ന് വിചാരിച്ച് കുറച്ച് ആര്യവേപ്പിൻ്റെ ഇലയൊക്കെ നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകി. ഡാൻഡ്രഫും ഒക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊക്കെ പരിഹാരമായിട്ടുള്ള ഒരു റെമഡിയാണ് ഈ ഒരു ആര്യവേപ്പ് എന്ന് പറയുന്നത്. ആര്യവേപ്പ് എവിടെ നോക്കിയാലും സുലഭമായിട്ട് കിട്ടുന്നതാണ് ദുബായിൽ. കഴുകി വൃത്തിയാക്കിയ ഈ ആര്യവേപ്പിൽ കുറച്ച് വെള്ളം അല്ലെങ്കിൽ നിങ്ങൾക്ക് കറ്റാർവാഴയുടെ ജ്യൂസോ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് നന്നായിട്ട് ജ്യൂസ് പരുവത്തിലാക്കി ഞാനിപ്പോൾ ഒരു സോപ്പ് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. അതിനുവേണ്ടി ബേസ് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കേണ്ടതുണ്ട്. അങ്ങനെ ഇത് മെൽറ്റായി വന്നതിന് ശേഷം നമ്മൾ ഈ എടുത്തു വെച്ച ജ്യൂസ് കുറച്ച് മാത്രം, ഞാൻ 2 സോപ്പിന് കണക്കാക്കിയിട്ടാണ് ഈ ഒരു ബേസും കാര്യങ്ങളും ഉണ്ടാക്കിയത്. അങ്ങനെ ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് ഇനി നമ്മൾ ഇതിൻ്റെ ഒരു മൊഡ്യൂളുണ്ട്, അതിൽ എണ്ണയൊക്കെ തേച്ചു ഇതിലേക്ക് ഈ ഒരു ബാറ്റർ ഒഴിച്ച് വെച്ച് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്ത് വെക്കാം. ആര്യവേപ്പിൻ്റെ ഈ ജ്യൂസ് നമുക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാകുന്നതും ഡാൻഡ്രഫ് റെഡ്യൂസ് ചെയ്യാനൊക്കെ നല്ലതാണ്. തലയിലെ ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു വ്ലോഗ് ഞാൻ അടുത്തൊരു വീഡിയോയിലായിട്ട് ആഡ് ചെയ്യാം. അങ്ങനെ നമ്മൾ സോപ്പ് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും റെഡിയായി. ഇതാ കണ്ടോ, നല്ല കിടിലൻ സോപ്പായിട്ടുണ്ട്. അടുത്ത വീഡിയോ ആയിട്ട് വരെ. ടിൽ ദാൻ ടേക്ക് കെയർ, ബൈ ബൈ.